നിവിന്റെ കല്യാണത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പുതിയതായിട്ട് വന്ന പ്രൊമോയിൽ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിവിന്റെ കല്യാണ ദിവസം നിവിന്റെ വിവാഹം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, കൂടെ കാവേരിയുടെ അച്ഛന്റെ തോട്ടം എങ്ങനെയാണ് ജയബാലന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പോകുന്നത് എല്ലാം നമുക്ക് നോക്കാട്ടോ. അപ്പോൾ ആദ്യം ജയബാലൻ നിവിന്റെ വീട്ടിലേക്ക് പോവാണ്. രാജേശ്വരിയെയും നിവിന്റെ അച്ഛനെയൊക്കെ കണ്ട് കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് പോകുന്നത്. കല്യാണത്തിന് ഇനി ഒറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇനി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ വേണമെന്നും പറഞ്ഞ് നിവിനോട് പറയുമ്പോൾ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കല്യാണം നടത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ രാജേശ്വരി ഇങ്ങനെ, നിവിൻ നീ എന്തൊക്കെയാണ് പറയുന്നത്, ഇപ്പോഴും നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലേ, ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്, ഈ സമയത്താണോ നീ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേനെ എന്ത് പറഞ്ഞാലും ശരി, എന്ത് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ സമ്മതിക്കില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതുകൊണ്ട് രാജേശ്വരി ആകെ വിഷമിക്കുന്നു, കരയുന്നു. എന്താ രാജി ഇതൊക്കെ എന്ന് പറഞ്ഞ് ജയപാലനും രാജേശ്വരിയെ കുറേ പറയുന്നുണ്ട്. അങ്ങനെ വിഷമം സഹിക്കാൻ വയ്യാതെ രാജേശ്വരി റൂമിലേക്ക് പോകുന്നു. അവിടെ പോയി കുറേ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ എടുത്ത് കഴിച്ച് ബോധം കെട്ട് അവിടെ വീഴുന്നു. അങ്ങനെ നിവിൻ ഓടി വരുന്നു. ജയപാലനും നിവിനും എല്ലാവരും കൂടി ചേർന്ന് രാജേശ്വരിയെ വണ്ടിയിലൊക്കെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിവിൻ്റെ അച്ഛൻ നിവിന് രണ്ടടിയൊക്കെ കൊടുത്തിട്ട്, നിന്റെ അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണ്, തൊട്ടുപോകരുത് അവളെ എന്നൊക്കെ പറഞ്ഞ് നിവിനെ മാത്രം അവിടെ വിട്ടിട്ട് ഇവർ രാജേശ്വരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നിവിന് സങ്കടം സഹിക്കാൻ വയ്യ. അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അമ്മേ എൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓടി പോവുകയാണ്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ രാജേശ്വരി ICUയിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അവസാനം കുറേ ടെൻഷനായ ശേഷം അവസാനം രാജേശ്വരിക്ക് ബോധം വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ജയബാലൻ്റെ ഭാര്യയൊക്കെ നിവിനോട് പറയാണ്, സ്വന്തം അമ്മയെ ഇതുപോലെ ഹോസ്പിറ്റലിൽ ഇട്ടപ്പോൾ സമാധാനം ആയല്ലോ നിനക്ക്, ഇവളെ കൊന്നിട്ട് നീ ജീവിക്കടാ, നീ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ ജയബാലൻ കുറേ പറയുന്നുണ്ട്. അതായത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് നിവിനെ. ഇതൊക്കെ കേട്ടിട്ട് നിവിൻ കല്യാണത്തിന് സമ്മതിക്കണം, അതാണ് ഇയാളുടെ ലക്ഷ്യം. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുറേ സംസാരിച്ച് അവസാനം നിവിൻ ആകെ സഹിച്ച് മതിയാവുന്നുണ്ട്. കല്യാണത്തിന് സമ്മതിക്കുക എന്നല്ലാതെ മറ്റോരോ ഓപ്ഷനും ഇപ്പം നിവിൻ്റെ മുമ്പിൽ ഇല്ല. അങ്ങനെ നിവിൻ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് നേരെ കാവേരിയെ കണ്ട് സംസാരിക്കുകയാണ്. കാവേരിയോട് ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ കാവേരി മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് നിവിൻ പറയാണ്, എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, കാവേരിക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ കാവേരി ഒന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയാണ്, ഈ കല്യാണത്തിന് എന്നെ സമ്മതിപ്പിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു, ഞാൻ സമ്മതിച്ചില്ല, നാളെയാണ് കല്യാണം, ഇപ്പോഴും ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല, നാളെ താലി കെട്ടാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അവസാനമായിട്ട് കണ്ടുപിടിച്ച വഴിയാണിത്, ഇതല്ലാതെ മറ്റെന്ത് ചെയ്താലും എന്നെ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാനാവില്ല എന്ന് അവർക്ക് അറിയായിരുന്നു, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സ്വന്തം കാവേരിയോടുള്ള ഇഷ്ടം എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിവിൻ പറയാണ് കേട്ടോ. കാവേരിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്, നിവിൻ്റെ സ്നേഹവും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയല്ലാതെ കാവേരിക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ കാവേരി മൈൻഡ് ചെയ്യാതെ ഒന്നും റിപ്ലൈ ചെയ്യാതെ അതൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് മിണ്ടാതെ പോവുകയാണ് കേട്ടോ. അപ്പം നിവിനും വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കല്യാണത്തിന് അങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു, കല്യാണം ആവുന്നു. കല്യാണത്തിന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ജയബാലനും രാജേശ്വരിയൊക്കെ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. കല്യാണച്ചക്കനെ കൊണ്ടുവന്ന് ഇരുത്തുന്നു, കല്യാണ പെണ്ണിനെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. അവസാനം താലി കെട്ടാൻ പോകുമ്പോഴാണ് ജയബാല എന്ന് വിളിച്ചുകൊണ്ട് അവിടെ കാവേരിയും കാവേരിയുടെ കുടുംബവും അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കാവേരിയുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ട്രിവാൻഡ്രത്തേക്ക് മാറി താമസിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലോ. നിവിൻ്റെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം തന്നെയാണ് ഇവർ ഇവിടുന്ന് പോകുന്നതും. അപ്പോൾ അതിന് മുമ്പ് പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്യുന്നു. അങ്ങനെ ആ വീടിനെ കുറിച്ചും ആ വീട്ടിലുണ്ടായ ഓർമ്മകളെക്കുറിച്ചും അച്ഛനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു. എല്ലാവരും ഒരുപാട് സങ്കടപ്പെടുന്നു. പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാലേ നമുക്കൊരു ജീവിതം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സെൻറ്റിമെൻറ്റ്സ് ഒന്നും കയ്യിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ പോലും ഇവരെയൊക്കെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. വിനീതിനാണെങ്കിൽ തീരെ ഇവരുടെ കൂടെ വരാനൊന്നും താല്പര്യമില്ല. ഈ നാട് വിട്ട് പോകാൻ വിനീതിന് താല്പര്യമില്ല. പക്ഷേ ഗംഗ പോകുന്നത് കൊണ്ട് മാത്രം കൂടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞു. ഇറങ്ങാൻ നിൽക്കുമ്പോൾ കാവേരി പറയാണ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിവിൻ്റെ കല്യാണം നടക്കുന്നുണ്ടല്ലോ, അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് പറയുമ്പോൾ, എന്തിനാ കാവേരി, നമ്മൾ ഒരിക്കൽ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല, ഇനിയിപ്പോൾ അയാളെ അയാളുടെ പാട്ടിന് വിട്ടേക്ക്, അയാളോട് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ലാഭമില്ല എന്നുള്ള കാര്യമൊക്കെ ഗംഗയും അമ്മയൊക്കെ കാവേരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛനോടാണ് അയാളെ ചതി ചെയ്തത്, പണം പറ്റിച്ചതോ തോട്ടം പറ്റിച്ചതോ ഒക്കെ പോട്ടേന്ന് വെക്കാം, പക്ഷെ എൻ്റെ അച്ഛൻ്റെ ജീവനും അയാൾ എടുത്തു, അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാനാവില്ല, നമ്മൾ ഏതായാലും ഈ നാട് വിട്ട് പോകാൻ തീരുമാനിച്ചു, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ട്രെയിൻ വരും, നമ്മൾ കയറിപ്പോവും, ആ അവസാന നിമിഷം വരെയും നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യണം ചേച്ചി, കാവേരി യുദ്ധം ചെയ്യും അച്ഛന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കാവേരി ചിലതൊക്കെ പറയുന്നത് കൊണ്ട് ഇവരെല്ലാവരും സമ്മതിക്കുന്നു. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ആദ്യം പോകുന്നത് നിവിൻ്റെ കല്യാണ സ്ഥലത്തേക്കാണ്. അവിടെ എത്തി കാവേരി താലി കെട്ടാൻ പോകുന്ന ആ നിമിഷം ജയപാല എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അങ്ങനെ ജയപാലൻ ഇത് കണ്ട് ഞെട്ടിയിട്ട് ആ സ്റ്റേജിൽ കയറി നിൽക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട്. എന്താടി നിന്റെ ഉദ്ദേശം, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ നീ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ എല്ലാവരും
പോലീസുകാരെയും വിളിച്ചോണ്ട്, ഇല്ലെങ്കിൽ ജയപാലൻ ആരാണെന്ന് നീ അറിയും, ഇതുവരെ കണ്ടതുപോലെയൊന്നുമല്ല, എന്റെ മോളുടെ കല്യാണം മുടക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം പറഞ്ഞേ മതിയാവൂ ജയപാല, അതിനു മുമ്പ് നീ നിന്റെ മോളുടെ കല്യാണം നടത്താന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പറ്റിച്ചു വാങ്ങിയ പണത്തിന്റെ കണക്കും എന്റെ അച്ഛന്റെ ജീവന്റെ കണക്കും എല്ലാം എന്നോട് താനിപ്പോ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വലിയ ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ കാവേരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ SI ചാരുലത ഉണ്ടല്ലോ, അവർ കുറെ പോലീസുകാരെയൊക്കെ കൂട്ടി വരികയാണ്. മിസ്റ്റർ ജയപാലൻ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് ജയപാലൻ പേടിച്ച് അങ്ങോട്ട് നോക്കുന്നു. അങ്ങനെ പോലീസുകാർ കാര്യങ്ങളെല്ലാം പറയാണ്. അന്ന് സ്റ്റേഷനിൽ വെച്ച് കാവേരിയെ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത കാര്യം ഇപ്പൊ കാവേരി തെളിയിക്കാൻ പോവാണ്. തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു, സാക്ഷികളെയും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇപ്പൊ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ ജയപാലൻ ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ് കേട്ടോ. തെളിവ് കിട്ടിയെന്നോ? എന്തൊക്കെയായി പറയുന്നത്? എന്റെ മോളുടെ കല്യാണം ഇവിടെ നടക്കുക, അത് മുടക്കാൻ വന്ന് ഇവൾക്ക് മാഡം കൂട്ടി നിൽക്കുകയാണോ എന്നൊക്കെ ചാരുലതയോട് ചോദിക്കുമ്പോൾ ചാരുലത ബഹളം വെക്കേണ്ട ജയപാല എന്നൊക്കെ പറയുന്നു. കാവേരി കുറെ ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രശ്നം വലുതാകുന്നതോടുകൂടി സ്റ്റേജിലിരുന്ന നിവിനും രാഗിണിയും എല്ലാവരും ഇറങ്ങി താഴേക്ക് വരുന്നു. രാജേശ്വരി ജയപാലനോട് ചോദിക്കുന്നുണ്ട്, എന്താ ജയപാലേട്ടാ ഇതൊക്കെ? കല്യാണത്തിൽ എന്തിനാ ഇവരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ സോൾവ് ചെയ്ത് വെക്കണ്ടേ? ഈ കല്യാണത്തിനാണോ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ രാജേശ്വരി ചോദിക്കുന്നുണ്ട്. ഇല്ല രാജി, ഒന്നുമില്ല, കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടത്തും, ഇതൊക്കെ ഞാനിപ്പോൾ ഡീൽ ചെയ്ത് വിട്ടോളാം എന്നൊക്കെ പറഞ്ഞ് കാവേരിയോട് പറയുന്നുണ്ട്. എടി മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, നിന്റെ ഉദ്ദേശം ഒന്നും നടക്കില്ല, ഈ പോലീസുകാരെയും വിളിച്ചുകൊണ്ട് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാക്ഷികളൊക്കെ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ജയപാലൻ ഇങ്ങനെ ഞെട്ടി നോക്കുമ്പോൾ ജയപാലന്റെ പണിക്കാരനായിട്ടുള്ള ശിവരാമൻ, പിന്നെ ബാങ്ക് മാനേജർ രണ്ടുപേരും അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് ചോദിക്കുമ്പോൾ രണ്ടുപേരും മണിയായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് മാനേജർ പ്രൂഫ് അടക്കം എല്ലാം കാണിച്ചു കൊടുത്തു. അരവിന്ദന്റെ തോട്ടം ജയപാലൻ പറ്റിച്ച് വാങ്ങിയതാണെന്നുള്ള കാര്യം അവിടെ നിന്ന നാട്ടുകാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ജയപാലൻ അരവിന്ദനോട് എന്താ ചെയ്തത്, എങ്ങനെയാണ് അരവിന്ദൻ മരിച്ചത്, ആ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ മണിയായിട്ട് നമ്മുടെ ശിവരാമേട്ടൻ എല്ലാം പറയാണ് കേട്ടോ. അങ്ങനെ നാട്ടുകാരൊക്കെ ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഇത്രയും വലിയൊരു കള്ളനായിരുന്നോ ഈ ജയപാലൻ? അയാൾ സമ്പാദിച്ചു കൂട്ടി ഇത്രയും പണമൊക്കെ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയതായിരുന്നു. അരവിന്ദനെ പറ്റിച്ച കോടിക്കണക്കിന് രൂപ അയാളുടെ കയ്യിൽ ഉണ്ടത്രേ എന്നുള്ള സംസാരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ജയപാലൻ ആകെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ രാഗിണിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. അങ്ങനെ രാഗിണി ഓടി വന്ന് ജയപാലനോട് പറയാണ്, അച്ഛാ എന്റെ കല്യാണം ഇപ്പൊ ഇവിടെ നടക്കണം, എനിക്ക് നാണക്കേട് കൊണ്ട് നിൽക്കാൻ വയ്യ, അച്ഛൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവരെയൊക്കെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം, ഈ കല്യാണം എനിക്ക് നടന്നേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ മോളൊന്ന് സമാധാനപ്പെട്, അച്ഛൻ ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് അവസാനം വേറെ വഴിയില്ല എന്ന് കണ്ട ജയപാലൻ പോലീസിനോടും കാവേരിയോടൊക്കെ പറയാണ്, ശരി ആ തോട്ടത്തിന്റെ പണം ഞാൻ ഇവൾക്ക് കൊടുക്കാം മാഡം, പക്ഷെ ഇപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടെ നിന്ന് ഇറങ്ങി പോയി തരണം എന്നൊക്കെ പറയുമ്പോൾ കാവേരി വീണ്ടും പറയാണ്, എനിക്ക് പണം വേണ്ടെങ്കിലോ, എനിക്ക് എന്റെ അച്ഛന്റെ തോട്ടമാണ് വേണ്ടത്, എന്റെ അച്ഛൻ ആഗ്രഹിച്ച് വാങ്ങിയ തോട്ടം എനിക്ക് മടക്കി വേണം, പിന്നെ എന്റെ ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് അച്ഛൻ സമ്പാദിച്ചു വെച്ച പണം അതും എനിക്ക് വേണം, അത് മാത്രം പോരാ, എന്റെ അച്ഛന്റെ മരണത്തിന് ഇയാൾ സമാധാനം പറഞ്ഞേ പറ്റൂ, ഇയാളെ ജയിലിൽ കയറ്റിയേ പറ്റൂ മാഡം എന്നൊക്കെ കാവേരി ഇങ്ങനെ വാശിയിൽ നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാരും ഗംഗയും ശാരദയും എല്ലാവരും കൂടെ കാവേരിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. കാവേരി ഇതൊന്നും ഇപ്പൊ നടക്കില്ല, ജയിലിൽ കയറ്റിയാലും അയാളെ 2 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങും, അതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല, പിന്നെ അയാളെ ജയിലിൽ കയറ്റിയത് കൊണ്ട് നമ്മുടെ അച്ഛൻ തിരിച്ചു വരില്ല, പിന്നെ തൽക്കാലം ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നിളയുടെ ഓപ്പറേഷൻ ആണ്, അതിനുള്ള പണം അയാൾ തരാന്ന് പറഞ്ഞല്ലോ, തോട്ടത്തിനുള്ള മുഴുവൻ പണവും അയാൾ തരാന്ന് സമ്മതിച്ചു കഴിഞ്ഞു, ഇപ്പൊ അത് വാങ്ങിച്ചിട്ട് പോവുകയല്ലാതെ വേറൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യമൊക്കെ ചാരുലതയും പറയുന്നുണ്ട്. ഗംഗയും ശാരദയും വിനീതും എല്ലാവരും കാവേരിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ കാവേരി അപ്പൊ എന്റെ അച്ഛന്റെ മരണത്തിന് ഒരു ഉത്തരം എനിക്ക് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദനയിൽ ചോദിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് ആലോചിക്കുന്നത് ആകെ കാവേരി മാത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ യമുന നേരെ നിവിന്റെ അടുത്തേക്ക് വന്ന് നിവിന്റെ ഷർട്ടിലൊക്കെ പിടിച്ചു വലിച്ച്, നീ ചതിയനാണ്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ കാവേരിക്ക് വേണ്ടിയായിരിക്കും ഇവള് ബഹളം വെക്കുന്നതെന്നാണ് നിവിനും മറ്റുള്ള എല്ലാവരും വിചാരിക്കുക കേട്ടോ. അങ്ങനെ യമുനയെ പിടിച്ചു വലിച്ച് സമാധാനിപ്പിച്ച് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കാവേരിയും കുടുംബവും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം രാഗിണി ജയപാലനോട്, അച്ഛാ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനി കല്യാണം നടത്താം, വാ നിവിനെ പോയി ഇരിക്കാൻ പറയും എന്നൊക്കെ പറയുമ്പോൾ, നിർത്ത്, ഒന്നും നടക്കാൻ പോകുന്നില്ല, എന്റെ മോൻ ഇനി ഇവളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ രാജേശ്വരി വരികയാണ് കേട്ടോ. അതായത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അരവിന്ദനെ പറ്റിച്ചാണ് ജയപാലൻ സമ്പാദിച്ചതെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അരവിന്ദന്റെ മരണത്തിന് പിന്നിലും ജയപാലനാണ് കാരണം എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു. ജയപാലൻ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു വില്ലനായിട്ട് ഒരു ദുഷ്ടനായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നിവിന്റെ കല്യാണം രാഗിണിയുമായിട്ട് നടത്തി കഴിഞ്ഞാൽ രാജേശ്വരിക്കും രാജേശ്വരിയുടെ ഭർത്താവിനൊക്കെ അത് നാണക്കേടാവും. അപ്പൊ അത് അവർ ആഗ്രഹിക്കുന്നില്ല, അതാണ് ഇവിടെ കാര്യം. അപ്പൊ രാജേശ്വരി വന്നിട്ട് ഇനി കല്യാണം നടക്കില്ല, നിങ്ങൾ ഇത്രയും വലിയൊരു ചതിയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല, എടാ വാടാ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരി നിവിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്തായാലും കല്യാണം ഇപ്പൊ മുടങ്ങി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുകയാണ് നിവിൻ. അപ്പൊ ഇനി രാഗിണി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ജയപാലൻ നിവിനോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്നതും കൂടെ തന്നെ കാവേരി കുടുംബവും തിരുവനന്തപുരത്ത് പോയതിനു ശേഷം അവിടെ നരേനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നരേൻ ഇനിയാണ് കഥയിലേക്ക് ശരിക്കും ഒരു ഹീറോ ആയിട്ട് വരാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ യമുന, കാവേരി ചേച്ചി 1
സൈഡായിട്ട് നിവിനേട്ടനെ പ്രേമിച്ച് അതിന് ഞാൻ എന്ത് ചെയ്യാനാ, നിവിനേട്ടൻ എന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പൊട്ടിയെ പോലെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ കേട്ടോ. താങ്ക് യു. ബൈ.